blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, നവി മുംബൈയിൽ നിന്നുള്ള മിസ്റ്റർ റെജി, ജെസി, ജെറിന, റിജു എന്നിവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റെജിയുടെ ബർത്ത്ഡേ നാളെയാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ തന്നെ അനുഗ്രഹിക്കുന്നു. തൻ്റെ ജന്മദിനത്തെയും പുതിയ വർഷത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ ചുരഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു. കർത്താവെ, ന്യൂഡൽഹിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ മോളെ അനുഗ്രഹിക്കുന്നു, ജന്മദിനത്തെ അനുഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷത്തെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഈ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭർത്താവ് ക്യാൻസർ മൂലം മരിച്ചല്ലോ. ദൈവഹിതമെങ്കിൽ അടുത്തൊരു വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ഭംഗിയായി ചെയ്തു കൊടുക്കണമേ. അരുണാചൽ പ്രദേശിലുള്ള സുജ മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ യൂട്രസിലുള്ള ആ ഗ്രോത്ത് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകാനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. USA നിന്നുള്ള ജിതേഷ് ഉത്തമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഇതുവരെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. കർത്താവെ, USA ഒരു വീട് വാങ്ങാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇവരെല്ലാം ചേർത്തിപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 8 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലയൻകീഴ് ജൂലൈ 9 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജദീപം ഓഡിറ്റോറിയം, പാപ്പനംകോട് റോഡ്, വിളവൂർക്കൽ ജംഗ്ഷൻ, മലയൻകീഴ്. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യോഹന്നാനെ കുറിച്ച് തന്നെ എഴുതുകയാണ്. താൻ യേശുവിനെ അനുഗമിച്ചിരുന്നതായിട്ടും ഈ കയ്യഫാവിൻ്റെ അരമനയിൽ ഈ മുകൾ നിലയിലുള്ള കോട്ടയാടിൽ യോഹന്നാൻ ആയിരുന്നതായിട്ടും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പത്രോസിനെ പോലെ തന്നെയുള്ള പരീക്ഷണങ്ങൾ, പ്രതികൂലങ്ങൾ യോഹന്നാനും ഒരുപക്ഷെ നേരിട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അവൻ ഒരിക്കലും ആ പരാജയം അവന് നേരിടേണ്ടതായിട്ട് വന്നില്ല. യേശുവിൻ്റെ കൂടെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, യേശുവിനോടൊപ്പമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, യേശുവായിരിക്കുന്ന നിലയിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെങ്കിൽ, യേശുവായിരിക്കുന്ന നിലയിലേക്ക് ഒരു 2 സ്റ്റെപ്പൂടെ മുകളിലേക്ക് കയറി നിൽക്കാം എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരാജയത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നാലും നിങ്ങൾക്കതിനെ ജയിക്കുവാനായി സാധിക്കും. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയാം?
പത്രോസ് അവന് അവിടെ ജയിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഇത്തരം അവന് പരാജയങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിനെ മനസ്സിലാക്കിയതും യേശു പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കിയതും വ്യത്യസ്തമായ വിധത്തിലായിരുന്നു. യേശു കർത്താവ് പൊതുവായി ശിഷ്യന്മാരോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ദൈവ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉറക്കെ പറയാമോ? ദൈവരാജ്യം. അല്പം കൂടെ ശബ്ദമുയർത്തേ. ദൈവരാജ്യത്തെക്കുറിച്ച്, കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തെക്കുറിച്ച് യേശു കർത്താവ് സംസാരിക്കുമ്പോഴൊക്കെ പത്രോസ് ചിന്തിച്ചത് യേശു രാജാവാകുന്നതും പത്രോസ് മന്ത്രിയാകുന്നതും ബാക്കി എല്ലാവരും ക്യാബിനറ്റ് മന്ത്രിമാരാകുന്നതൊക്കെയായിരുന്നു പത്രോസ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവരാജ്യം ഐഹികമല്ലെന്നും അത് ഭക്ഷണവും പാനീയവും അല്ലെന്നുമല്ല ആ വെളിപ്പാട് യഥാർത്ഥത്തിൽ പത്രോസിന്റെ ഉള്ളിലില്ലായിരുന്നു. പത്രോസ് ദൈവരാജ്യം എന്ന് യേശു പറയുമ്പോൾ എല്ലായ്പ്പോഴും പത്രോസ് ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുവിനോടൊപ്പം അതെ ഒരു മന്ത്രിയായി വാഴുന്ന കാര്യം, അല്ലെങ്കിൽ ഭൗതികമായൊരു രാജ്യഭരണമായിരുന്നു അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ യേശുവിൻ്റെ കൂടെ 500-ലധികം ശിഷ്യന്മാർ, 700-ഓളം ശിഷ്യന്മാർ കൂടെ നടന്നുകൊണ്ടിരുന്ന സമയത്തെല്ലാം പത്രോസ് വലിയ വീരനായിട്ട് യേശുവിൻ്റെ കൂടെ നടന്നിരുന്നു. എന്നാൽ യേശു ഒരിക്കൽ വിചാരണയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ, കഷ്ടപ്പാടിന് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ, ക്രൂശിക്കപ്പെടുവാനായി പോകേണ്ടി വന്നപ്പോൾ പത്രോസ് അവനെ അകലം വിട്ടാണ് അനുഗമിച്ചത്. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ജീവിതത്തിൽ നന്മകളെല്ലാം ഉണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ, ദൈവം തരുന്ന എല്ലാ നന്മകളും ഒരു കുഴപ്പമില്ലാതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണോ നാം ദൈവത്തെ അനുഗമിക്കുന്നത്? അതോ ജീവിതത്തിൽ ചെറിയ വേദനകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അകലം വിട്ടാണോ നാം ദൈവത്തെ അനുഗമിക്കുന്നത്? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ഈ ഒരു ഭാഗത്ത് കാണുന്ന അവൻ്റെ ഒന്നാമത്തെ പരാജയം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ 66, 67, 68 വചനങ്ങളിലായിട്ടാണ് കാണുന്നത്. അവിടെ മഹാപുരോഹിതന്റെ ബാല്യക്കാരിത്തിയിൽ ഒരുത്തി വന്നിട്ട് പത്രോസിന് ചോദിക്കുകയാണ്. അതായത് പത്രോസിന്റെ കാര്യത്തിൽ അവിടെ വന്ന ആദ്യത്തെ പരാജയം എന്നുള്ളത് അവൻ്റെ വ്യക്തികളോടുള്ള ഭയമായിരുന്നു. എന്തായിരുന്നു? വ്യക്തിഭയം. അല്പം കൂടെ ശബ്ദമുയർത്തി പറഞ്ഞേ. അല്പം കൂടെ ശബ്ദമുയർത്തി. മനുഷ്യരെ ഭയം. ഹല്ലേലൂയ. ദൈവത്തെയും മനുഷ്യനെയും രണ്ട് ത്രാസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കായിരിക്കും കൂടുതൽ തൂക്കമുള്ളതായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്? എൻ്റെ ചോദ്യം അതാണ്. യേശുവിനാണോ മനുഷ്യർക്കാണോ? ഇവിടെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനായിരുന്നു. ഒരു ബാല്യക്കാരിത്തിയുടെ ഒരു ചോദ്യത്തിൻ്റെ മുൻപിൽ പത്രോസ് വിറച്ചു പോവുകയാണ്. നീ നസറായനായ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നീ അവൻ്റെ ശിഷ്യന്മാർ ഒരുവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ചെയ്യുന്നത്, എന്താ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടൻ കളിക്കുക എന്ന് പറയില്ലേ, പൊട്ടൻ കളിക്കുന്നത് പോലെ ഇപ്പോൾ പത്രോസ് കളിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല എന്താ ഈ പറയുന്നത്. എനിക്ക് ഒരു കപട നാട്യത്തോടെ പത്രോസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താ? മനുഷ്യ ഭയം. ബൈബിൾ പറയുന്നു മനുഷ്യ ഭയം അതൊരു കണിയാകുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളെ വിവാഹം കഴിച്ച നിങ്ങളുടെ ഭർത്താവിനേക്കാൾ, നിങ്ങളുടെ ജീവിത പങ്കാളിയായ നിങ്ങളുടെ ഭാര്യയേക്കാൾ നിങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത്, ഏറ്റവും അധികം ഭയഭക്തി കൊടുക്കേണ്ടത് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിനായിരിക്കണം. എത്ര പേര് ഉറക്കെ ആമേൻ പറയും? നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് നിങ്ങളുടെ ആദ്യത്തെ ഭയഭക്തി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി നടക്കും. ഇവിടെ പത്രോസ് ആ സ്ത്രീയെ പേടിച്ചു. യേശുവിനേക്കാൾ അധികമായിട്ട് പത്രോസ് അവളെ ഭയപ്പെട്ടിരിക്കുകയാണ്. എത്ര പേർ ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയും? യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ യോഹന്നാൻ പേടിച്ചില്ല. കാരണം എന്താണ്? യോഹന്നാൻ യേശുവിൻ്റെ കൂടെ മുകളിലത്തെ നിലയിലായിരുന്നു. യേശുവിൻ്റെ കൂടെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. താഴെ നിന്ന് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പത്രോസിന് അത് ഭയപ്പെടേണ്ടതായിട്ട് വന്നത്. രണ്ടാമത്തെ പത്രോസിൻ്റെ ഭയം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ അവൻ്റെ പരാജയം അതിൻ്റെ അടുത്ത വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ ബാല്യക്കാരത്തെ അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവനോട് ഇവൻ ആ കൂട്ടരിൽ
ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു ക്രൗഡിന്റെ ഇടയിൽ, ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചാണ് പത്രോസിനോട് അടുത്തൊരു ഭാഗം ആ ബാല്യക്കാർ സംസാരിക്കുന്നത്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനക്കൂട്ടത്തെ അവൻ ഭയപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. നോക്കുക, യേശുവിൻ്റെ കാര്യത്തിൽ, നിങ്ങൾ സേവിക്കുന്ന യേശുവിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യനെ നിങ്ങൾ ഇന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഒരു ജനക്കൂട്ടത്തെ ഭയപ്പെടേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഭയമില്ലാതെ യേശുവിൻ്റെ കാര്യത്തിൽ, അവൻ്റെ സാക്ഷിയായി തീരുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങൾ ഉറപ്പുള്ള വ്യക്തിയാണെങ്കിൽ, നാളെ ഒരു ജനക്കൂട്ടം വന്നാലും അതിൻ്റെ മുൻപിലും നിങ്ങൾ വളരെ ഉറപ്പുള്ള വ്യക്തികളായിരിക്കും. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? നോക്കുക, തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആളുകൾ പലതാണ് ചർച്ച ചെയ്യുന്നത്. യേശുവിനെ വിമർശിക്കുന്നുണ്ട്, യേശുവിനെ അനുകൂലിക്കുന്നുണ്ട്. ഈ പല പല ചർച്ചകൾ അവിടെ നടക്കുന്ന, ചായക്കടയിൽ പണ്ട് കാലങ്ങളിൽ നടക്കുന്ന ചർച്ച പോലെ, ചൂടേറിയ ചർച്ച പോലെ അത്തരമൊരു ചർച്ച അവിടെ നടക്കുമ്പോൾ പത്രോസിന് വേണമെങ്കിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ്, യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞ്, അവൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ അവിടെ ഇരിക്കുന്നവരോട് പറയാമായിരുന്നു. അവിടെ 30 പേരിൽ 20 പേരും യേശുവിനെ വിമർശിച്ചു എങ്കിൽ അതിൽ 10 പേരെങ്കിലും ഒന്ന് ചിന്തിച്ചേനെ, പത്രോസ് പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, അതിൽ 2 പേരെങ്കിലും യേശുവിനെ വിശ്വസിക്കുമായിരുന്നു. എന്നാൽ അതിനെല്ലാറ്റിനും അപ്പുറം യേശുവിൻ്റെ സാക്ഷിയാകുന്നതിന് പകരം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് അഭിനയിച്ചു കൊണ്ട് നിൽക്കുന്ന പത്രോസ്, അതാണ് പത്രോസിൻ്റെ വലിയ പരാജയം. രണ്ടാമത്തെ അവൻ്റെ പരാജയമായിരുന്നു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ അവന് സാക്ഷിയാകാൻ സാധിച്ചത്. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ യേശുവിനെ പ്രതി ഒരു വ്യക്തിയുടെ മുൻപിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇല്ല, ഞാൻ എൻ്റെ യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ്, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് എത്ര പേർക്ക് മറ്റുള്ളവരോട് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റും? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. അങ്ങനെ ചങ്കൂറ്റത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ ഒരു ജനക്കൂട്ടം വന്നാലും അതിൻ്റെ മുൻപിലും യേശുവിന് വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുവാനായി സാധിക്കുമെന്നാണ്. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം? നോക്കൂ, യേശുവിൻ്റെ മുൻപിൽ, യേശുവിനോടൊപ്പം അകലം വിട്ടു പോകാതെ അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഇത്തരം പരാജയങ്ങളെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വരുമ്പോൾ അവിടെ പൗലോസ് അവിടെ ആണയിടുന്നു, പ്രാകുന്നു എന്നൊക്കെയാണ് നമുക്ക് വായിക്കാനായി സാധിക്കുന്നത്. അതായത് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഒരു പ്രാവശ്യം അവിടെ കോഴി കൂവുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ, അത് എൻ്റെ 70, 71, 72 ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളാണ് സംസാരിക്കുന്നത്. ഹേയ് പത്രോസ്, നീ സംസാരിക്കുന്ന നിന്റെ സംസാര രീതി കേട്ടിട്ട് നീ ഒരു ഗലീലക്കാരനെ പോലെയുണ്ടല്ലോ. നമ്മുടെ ഇടയിൽ ഒരു തൃശ്ശൂർക്കാരൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു തൃശ്ശൂർക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാകില്ലേ? വളരെ പെട്ടെന്ന് മനസ്സിലാകും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ആ ഭാഗത്ത് നിന്നുള്ളവരാണെന്ന് നമുക്ക് വേഗത്തിൽ മനസ്സിലാകുന്നത് പോലെ തന്നെ ഇസ്രായേലിലെ ഓരോ ഭാഗങ്ങളിലുള്ള ആളുകളുടെ സംസാരത്തിൻ്റെ ശൈലിയിൽ വളരെ വ്യത്യസ്തതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രോസ് യേശുവിനെ പോലെ തന്നെ സംസാരിക്കുന്ന ഒരു ഗലീലക്കാരൻ്റെ ഭാഷ നിനക്കുണ്ടല്ലോ എന്ന് അവിടെയുള്ള ജനങ്ങളെമ്പാടും പത്രോസിനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കൽ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ യേശുവിൻ്റെ എന്തെങ്കിലും ഒന്ന് കണ്ടിരിക്കും, അത് ഉറപ്പാ. ഹല്ലേലൂയ. ഒരിക്കൽ യേശുവിനെ രുചിച്ചറിഞ്ഞതാണ് നീയെങ്കിൽ നിന്റെ മേൽ യേശുവിൻ്റെ സ്മെല്ലുണ്ടായിരിക്കും, മണം ഉണ്ടായിരിക്കും. എത്ര അവനെ അറിയില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല, അവൻ്റെ മുദ്ര നിന്റെ നെറ്റിയിൽ കിടക്കുക. ഹല്ലേലൂയ. അവൻ പറയുകയാണ് എനിക്ക് അവനെ അറിയില്ല, പക്ഷെ ആളുകൾ പറയുന്നു നിന്റെയും അവൻ്റെയും സംസാരം, ഭാഷാശൈലി ഒരുപോലെ തന്നെയാണ്, നിന്നെ ഗലീലക്കാരനെ പോലെ തന്നെ തോന്നുന്നല്ലോ. അപ്പോൾ പത്രോസ് പറയുന്നു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. നോക്കൂ, പത്രോസിൻ്റെ ആ നിലവാരം എത്ര പരാജിതമായ, എത്ര ഭയാനകമായ രീതിയിലേക്കാണ് പത്രോസ് താഴേക്ക് ഇറങ്ങിപ്പോയത്. അവൻ്റെ ഏറ്റവും മൂന്നാമത്തെ വലിയ പരാജയം, അവൻ ആണയിടുവാനും
പ്രാകുവാനുമായി തുടങ്ങി. പെട്ടെന്ന് കോഴി 2 പ്രാവശ്യം കൂവി. അപ്പോൾ അവൻ ഒരു കാര്യം ഓർത്തു. അവൻ്റെ നാഥൻ അവനോട് പറഞ്ഞ കാര്യം, കോഴി 2 വട്ടം കൂവുമ്പോൾ നീ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിരിക്കും എന്ന് പറയുന്ന കാര്യം അവൻ ഓർത്തു. അവന് വളരെയധികം കരച്ചിലുണ്ടായി. അവൻ വളരെയധികം മാനസാന്തരത്തിലേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു. ഇവിടെയാണ് പത്രോസിൻ്റെ വിജയം തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടാറുണ്ട്. എല്ലായ്പ്പോഴും എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെ പോകാറില്ല. എല്ലായ്പ്പോഴും എല്ലാവരുടെയും ആരാധന, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നും സ്റ്റേബിൾ ആകാറില്ല. എന്നും ഒരേ സന്തുലിതമായ അവസ്ഥയിലൂടെ ഒരിക്കലും പോകാറില്ല. ഇന്നൊന്നാണെങ്കിൽ നാളെ മറ്റൊന്ന്, അതിൻ്റെ പിറ്റേ ദിവസം മറ്റൊരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ദൈവത്തോടുള്ള ബന്ധമെന്നുള്ളത്. ഇത്തരം പരാജയങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ എവിടെ ഒരു വ്യക്തിയിൽ മാനസാന്തരം തുടങ്ങും, അവിടെ ആ പരാജയത്തിൽ നിന്ന് കയറാനുള്ള ആദ്യത്തെ പടിയിലേക്ക് ആ വ്യക്തി കാൽ ചുവടെടുത്ത് വെക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറാനുള്ള ആദ്യത്തെ പടി എന്നുള്ളത് മാനസാന്തരമാണ്. ഏതിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്? ഈ പരാജയം എനിക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് ഏത് കാരണം നിമിത്തമാണ് ഈ പരാജയം എനിക്ക് ഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അതിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റ് നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, അവിടെ നമ്മുടെ വിജയത്തിൻ്റെ ആദ്യ ചുവടുകൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് പണം തന്നപ്പോൾ ബാറിനകത്താണോ വീട്ടിനകത്ത് താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ താമസിച്ചത്? പരാജയമാണ്. ആ പരാജയത്തെ തിരിച്ചറിഞ്ഞാൽ, ആ പരാജയത്തിൽ മാനസാന്തരപ്പെട്ടാൽ, അവിടെ നിങ്ങളുടെ ജയത്തിൻ്റെ ചുവട് തുടങ്ങിയാണ്. ഹല്ലേലൂയ. അതിനുശേഷം നാം കാണുന്നു, ജഡത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യണം. അയാളുടെ കാത് വെട്ടിക്കളഞ്ഞു. ജഡത്തിലാണ് അവൻ ചില പ്രവൃത്തികൾ ചെയ്യാനായി തുടങ്ങിയത്. അതിനുശേഷം നാം കാണുന്നു, യേശുവിൽ നിന്ന് അവൻ അകലം വിട്ട് നടക്കുന്നു. അതിനുശേഷം കാണുന്നു, യേശുവിനെ തള്ളിപ്പറയുന്നു. നോക്കൂ, ഏത് ലെവലിലേക്ക് വന്നു? പ്രാർത്ഥനയിൽ വീണു, ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി, യേശുവിൽ നിന്ന് അകലാൻ തുടങ്ങി, യേശുവിനെ തള്ളിപ്പറയാൻ തുടങ്ങി. പല സ്റ്റേജുകളിലൂടെയാണ് പത്രോസിലേക്ക് ആ വലിയ പരാജയം വന്നു ഭവിച്ചത്. ഹല്ലേലൂയ. ഓർക്കുക, യേശുവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ തീരുമ്പോൾ, യേശുവുമായിട്ടുള്ള ബന്ധം നിങ്ങളിൽ കുറയുമ്പോൾ, അവിടെയാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ തുടക്കം എന്നുള്ളത്. എന്നാൽ ആ പരാജയത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ, അവിടെയാണ് ആ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നിങ്ങൾ കയറുവാനുമായി തുടങ്ങുന്നത്. താനിപ്പോൾ ഒരു ലെക്ചററാണ്. പക്ഷേ തനിക്ക് 2012 യേശു ചെയ്തു കൊടുത്തൊരു അത്ഭുതം പറയാനാണ് താൻ നിൽക്കുന്നത്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 2011-12 ഇയറിൽ താൻ BEd വേണ്ടി ചേർന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൻ്റെ എക്സാം ഏതാണ്ട് അടുത്ത് വന്ന സമയത്ത്, തൻ്റെ റൈറ്റ് ഹാൻഡിലെ തള്ളവിരലിന് ശക്തമായ വേദന തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത വിധത്തിൽ സ്റ്റിഫായി നിൽക്കുന്നത് പോലത്തെ ഒരു അനുഭവം. അനക്കി കഴിഞ്ഞാൽ ശക്തമായ വേദനയായിരുന്നു. എക്സാം ആണെങ്കിൽ അടുത്ത് വരുന്നു. അപ്പോൾ ഈ കൈവച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് താൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു. പക്ഷേ ട്രീറ്റ്മെൻറ്റുകളിൽ കൂടെ ഒന്നും തനിക്കൊരു ആശ്വാസവും ഒന്നും ലഭിച്ചില്ല. വേദന അതുപോലെ തന്നെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 തൻ്റെ ബർത്ത്ഡേ വന്ന സമയത്ത് തനിക്കൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി ഒരു മൈ പ്രയർ ഡയറി എന്ന് പറഞ്ഞ പ്രാർത്ഥനാ പുസ്തകം തനിക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അന്ന് ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ താൻ അതിലുള്ള ഓരോ പ്രാർത്ഥനകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാമിന് മുൻപുള്ള പ്രാർത്ഥനയും കണ്ടു, എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനയും താൻ കണ്ടു. അപ്പം അങ്ങനെ ആ പ്രാർത്ഥന വായിച്ചു തുടങ്ങിയപ്പോഴേക്കും തൻ്റെ ടീച്ചേഴ്സെല്ലാം അതിനു മുമ്പ് തന്നോട് പറയുന്നുണ്ടായിരുന്നു, തനിക്ക് ഈ കൈവച്ച് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എഴുതി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അങ്ങനെയാണെങ്കിൽ മോൾക്ക് അത് വെച്ച് എഴുതാൻ പറ്റുമല്ലോ എന്ന്. പക്ഷേ ഇയാൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇതുവരെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ താൻ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പറഞ്ഞത് ഇങ്ങനെയാണ്: അതിനോടൊപ്പം തന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതാനും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എക്സാം വന്ന സമയത്ത് ഫസ്റ്റ് ഡേ താൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് എഴുതിയത്. പക്ഷേ അതിനു മുൻപ്, താൻ പോകുന്നതിന് മുൻപ്, പരീക്ഷയ്ക്ക് മുൻപുള്ള പ്രാർത്ഥന ചൊല്ലി എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള
പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, അതും താൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും റിസൾട്ട് വരുന്നത് വരെ താൻ പ്രാർത്ഥിച്ചു. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുതിയത് എല്ലാ എക്സാമും ഇടം കൈ വെച്ചിട്ട് എഴുതി. ക്ലാസ്സിലുള്ള എല്ലാവരും പറഞ്ഞു, നീ ഇടം കൈ വെച്ച് എഴുതിയത് കൊണ്ട് നിനക്ക് ഇത് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചേഴ്സ് വരെ തന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, B.Edന്റെ റിസൾട്ട് വന്നപ്പോൾ താനാണ് യൂണിവേഴ്സിറ്റിയിൽ ടോപ്പറായിട്ട് നിന്നത്. അതുവരെ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. താൻ പറഞ്ഞത് പ്രാർത്ഥനയിലൂടെയാണ് ഇത് സാധിപ്പിച്ച് കിട്ടിയത് എന്നാണ്. പക്ഷേ ഈ B.Edന് ചേരുന്നതിന് മുമ്പ് താൻ MScക്ക് ചേർന്നിരുന്നു. MScയുടെ ഈ പഠിക്കുന്നതിനിടയിലാണ് ഈ ഈ തള്ളവിരലിന് പ്രശ്നം വന്നത്. MSc താൻ പകുതിക്ക് വെച്ച് നിർത്തി. പക്ഷേ ഈ B.Ed താൻ പാസ്സായപ്പോൾ വീണ്ടും ഒരു കോൺഫിഡൻസ് ലഭിച്ചു. താൻ MScക്ക് കൂടെ ചേർന്നു. MScക്ക് ചേർന്നു. താൻ MScയും നന്നായിട്ട് തന്നെ ചെയ്തു. അതിനുശേഷം തനിക്കൊരാഗ്രഹം, ഈ പാസ് ഔട്ട് ആകുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവേ എനിക്ക് ഇത് കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ജോലി ലഭിക്കണം, ഒട്ടും സമയം കളയാൻ എന്നെ അനുവദിക്കല്ലേ. ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രയർ ഡയറിയിലുള്ള പ്രാർത്ഥന താൻ സ്ഥിരമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവിടെയും സംഭവിച്ച അത്ഭുതം എന്ന് പറഞ്ഞത്, താൻ പഠിച്ച സെയിം കോളേജിൽ തന്നെ തനിക്കൊരു ലെക്ചററായി അവിടെ തന്നെ ഒരു ജോലി ലഭിച്ചു. ഈ പ്രയർ ഡയറി നിമിത്തമാണ് ഞാൻ ബ്ലെസ്സിങ് ടുഡേയുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് സാധിച്ചതെന്നാണ് താൻ പറയണത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ടീച്ചേഴ്സ് ഫസ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡേ ആവുള്ളൂ. 100% കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് 90% കിട്ടുള്ളൂ. ആ രീതിയിലാണ് പോയിക്കൊണ്ട്. അപ്പം ഞാൻ എന്നും വിചാരിക്കുന്നത് എത്ര പഠിച്ചിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്ത് എന്നെക്കൊണ്ട് ഇനി ഒന്നും പറ്റൂല, നീ തന്നെ ചെയ്യണമെന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഞാനല്ല, ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നോക്ക് അതൊരു വലിയൊരു പോയിന്റാണ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നിടത്ത് പലപ്പോഴും വിജയം അതിൻ്റെ 100% ഉണ്ടാകണമെന്നില്ല. എന്നാൽ നമ്മളെക്കാൾ ഉപരിയായിട്ട് കർത്താവിന് എൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്തിരി കുറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എന്നിൽ കൂടുതലായി പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് 100% ഹല്ലേലൂയ. അതാണ് ഈ കുഞ്ഞിൽ കണ്ടത്. അതിനുശേഷം MSc എടുത്തു. കൈയുടെ കാര്യത്തിൽ എന്താണ് അത് സംഭവം? കൈയിൻ്റെ കാര്യത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ എല്ലാവരെയും കാണിച്ചാണ്. ഓർത്തോ, ന്യൂറോ, റൊമാറ്റിക് എല്ലാം കാണിച്ചതാണ്. ഒരുപാട് മെഡിസിൻസ് കഴിച്ചു. എക്സാം വരുമ്പോൾ പെയിൻ കില്ലർ എടുത്ത് പോയി എക്സാം എഴുതും. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒന്നും ഇല്ലാണ്ട്, മെഡിസിൻ ഇല്ലാണ്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ എഴുതണം. എൻ്റെ PGൻ്റെ ഫൈനൽ ഇയർ 2 എക്സാംസും ഞാൻ ഒരു പെയിൻ കില്ലേഴ്സും ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ എഴുതിയത്. പിന്നെ ക്ലാസ് എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. ചോക്ക് ഉപയോഗിക്കാണ്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോഴും എനിക്ക് സങ്കടമായിരുന്നു. എന്നെ നാണം കെടുത്തരുത്, എനിക്ക് ബോർഡ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഞാൻ ഓരോ ക്ലാസ് കയറുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ വേദന പോലും അറിയാണ്ട് ഞാൻ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു വേദനയും അറിയാറില്ല. ഞാൻ ക്ലാസ് എടുത്ത് സുഖമായി ഇറങ്ങിപ്പോൾ ആ കൈകൾ കൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, എക്സാം എഴുതാൻ തുടങ്ങി, തന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കർത്താവിനൊരു നല്ല കൈഡി കൊടുത്തേ. ഹല്ലേലൂയ. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 8 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലയിൻകീഴ് ജൂലൈ 9 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജദീപം ഓഡിറ്റോറിയം, പാപ്പനംകോട് റോഡ്, വിളവൂർക്കൽ ജംഗ്ഷൻ, മലയിൻകീഴ്.
നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൈനീട്ടി ഓരോരുത്തരെയും സ്പർശിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം മുതൽ അസിഡിറ്റി മുതലുള്ള എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, മക്കളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ബ്ലഡിൽ സാരമായ തകരാറുള്ള ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ യേശു കർത്താവിൻ്റെ രക്തം ട്രാൻസ്ഫ്യൂസ് ചെയ്യണമേ. അവർ പൂർണ്ണമായും സൗഖ്യം ഉണ്ടാകട്ടെ. ബ്രസ്റ്റിലുള്ള ലംബുകൾ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെ അപ്രത്യക്ഷമാകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിൻ്റെ തകരാറുകൾ മാറട്ടെ. ബാക്ക് പെയിൻ സൗഖ്യമാകട്ടെ. കാൽ മുട്ടുകളിലുള്ള സ്വെല്ലിങ്, അതുപോലെ നീ റീപ്ലേസ്മെൻറ്റ് സർജറി അത് മാറിപ്പോകട്ടെ. അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കാഴ്ചക്കുറവുള്ള കണ്ണുകൾ കാഴ്ച പ്രാപിക്കട്ടെ. കാതുകൾ കേൾവിശക്തി പ്രാപിക്കട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ത്വക്ക് രോഗങ്ങളും അലർജികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏത് പ്രയാസത്തിലും പ്രശ്നത്തിലും കർത്താവേ, നിന്റെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ കോപ്പികൾ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ആശിഷമാരി എന്നൊരു പുസ്തകം ലഭ്യമാണ്. മറ്റ് പല പുസ്തകങ്ങളും DVD-കളുമെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ സ്കിൽ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കതിൻ്റെ വിശദാംശങ്ങൾ തേടാവുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രത്യേകമായ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.